ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ആൻസി പറയുന്നു, ഒരു കാര്യമില്ലാതെ നിങ്ങൾ ഇവിടെ വരില്ലല്ലോ, മുൻപരിചയം ഉണ്ടെന്നും മനസ്സിലായി. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതേന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ആൻസി പറയുകയാണ്, ഇരിക്ക്, ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ എടുക്കാം. ഗ്രേസമ്മ പറയുന്നു, അയ്യോ ഒന്നും വേണ്ട, ഞങ്ങൾ വെറുതെ വന്നതാ. ആൻസി പറയുന്നു, റോബിച്ചായനും ആൽബിച്ചായനും നിങ്ങളെ തിരിച്ചറിഞ്ഞല്ലോ, അവർക്ക് നിങ്ങളെ കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടുമില്ല. എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. മാമച്ചൻ പറയുന്നു, പ്രശ്നം 3-4 വർഷം മുമ്പുള്ളതാ. ഇവിടുത്തെ ഷെറിനെ ഞങ്ങളുടെ മകനുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നു, അത് നടന്നില്ല. അതാ. ഇത് കേട്ട് ആൻസി പറയുന്നു, ഓ അതാണോ കാര്യം? ഗ്രേസമ്മ പറയുന്നു, ആ ഷെറിന് മുമ്പ് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ അല്ലെ, ഇതിപ്പോ എന്നോ പറ്റിയതാ? ആൻസി പറയുന്നു, ഇത് ഭ്രാന്ത് അല്ലാതെന്നതാ, നേരത്തെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്നേ. ഗ്രേസമ്മ ചോദിക്കുന്നു, ഷെറിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു? ഏതോ ഒരു കൊച്ചിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ആൻസി പറയുന്നു, കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. കുവൈറ്റിൽ ജോലിയുള്ള ആളാ കല്യാണം കഴിച്ചത്. എന്നിട്ട് അവളെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി 1.5 വർഷം ഒരുമിച്ച് താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സൂക്കേടുണ്ടായി. എന്ത് സൂക്കേടെന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ ആൻസി പറയുകയാണ്, ഭ്രാന്ത്. ഞാൻ ഈ പറഞ്ഞത് കേട്ടാൽ അവളുടെ ആങ്ങളമാർക്ക് കലി കയറും. അവരിതിന് ചില ഓമന പേരിട്ടിട്ടുണ്ട്, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ. ഗ്രേസമ്മ ചോദിക്കുന്നു, ഷെറിന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? ഇവിടെ ഇല്ലേ? കുവൈറ്റിൽ തന്നെയാണോ? ആൻസി പറയുന്നു, പുള്ളിക്കാരൻ അവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി കളഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ചതിച്ചില്ലേന്ന് ചോദിച്ചിട്ടാ പോയത്. അയാൾ ഉപേക്ഷിച്ചതാ. അയാളല്ല, ആരായാലും അതേ ചെയ്യത്തുള്ളൂ. രേവതിക്കുട്ടി ചോദിക്കുന്നു, ഉപേക്ഷിച്ചോ? ആൻസി പറയുകയാണ്, പിന്നെ ഉപേക്ഷിക്കാതിരിക്കുമോ? അത്ര വലിയ ചതിയല്ലേ അയാളോട് കാണിച്ചത്? രേവതിക്കുട്ടി ചോദിക്കുന്നു, എന്നോ ചെയ്തെന്നേ? ആൻസി പറയുന്നു, ഓ എന്റെ കൊച്ചെ, അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. വെറുതെ പല്ലിടെ കുത്തി മടപ്പിക്കുന്നത് എന്തിനാ? ഗ്രേസമ്മ ചോദിക്കുന്നു, കല്യാണം കഴിപ്പിച്ച കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. ആൻസി പറയുന്നു, അവള് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി പപ്പായും ആങ്ങളമാരും കൂടി ഒരുപാട് പഞ്ചാര വാക്കുകൾ പറഞ്ഞു. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കല്യാണത്തിന്. എങ്ങനെയൊക്കെയോ അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം നടത്തി. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്ത വാക്കൊന്നും പാലിച്ചില്ല. പെണ്ണിന് മനപ്രയാസം കയറി വട്ടായി പോയി. മാമച്ചൻ ചോദിക്കുന്നു, എന്ത് വാക്കാ പാലിക്കാതിരുന്നത്? ആൻസി പറയുന്നു, ഞാനായിട്ട് അതൊന്നും പറയുന്നില്ല. കല്യാണം കഴിഞ്ഞ 1 വർഷത്തോളം അവളും ഹസ്ബൻഡും നല്ല അടിപൊളിയായിട്ടായിരുന്നു ജീവിച്ചത്. ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾക്ക് അവളെ. അവളും ആദ്യത്തെ ഇഷ്ടക്കേടൊക്കെ മാറിയിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. പക്ഷെ പെട്ടെന്ന് അവളുടെ എല്ലാ സന്തോഷവും അങ്ങ് പോയി. ഗ്രേസമ്മ പറയുന്നു, എന്റെ കുഞ്ഞിനെ കൊന്നോ, കുഞ്ഞിനെ താ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേർക്ക് വന്നു. ഞങ്ങളങ്ങ് പേടിച്ചു പോയി. രേവതിക്കുട്ടി ചോദിക്കുന്നു, അതെന്നാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കുഞ്ഞിനെ കൊന്നോന്ന് ആർക്കെങ്കിലും അബദ്ധം പറ്റി മരിച്ചുപോയതാണോ? ഗ്രേസമ്മ ചോദിക്കുന്നു, ശരിക്കും ഷെറിനൊരു കുഞ്ഞുണ്ടായിരുന്നു. ആൻസി പറയുന്നു, അതൊക്കെ വലിയ കഥയാ, ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുകയില്ല. ഈ സമയം ആൻസിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ആൻസി ചോദിക്കുന്നു, ആണോ, അഡ്മിറ്റ് ചെയ്തോ? ഞാനങ്ങോട്ട് വരാൻ നോക്കാം അയച്ചായ. ശരി, ഇന്ന് ഒരു ദിവസത്തേക്ക് മതിയല്ലോ, ഉടനെ വരാം. ഫോൺ കട്ട് ചെയ്ത് ആൻസി പറയുന്നു, എന്നോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ. റോബിച്ചാന അവളെ അവിടെ കിടത്തി. എന്നാ ഞാൻ പോയി ഒരുങ്ങട്ടെ? ഗ്രേസമ്മ പറയുന്നു, ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങുവാണേ. ആൻസി പറയുന്നു, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ആൻസി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി ഒരു നമ്പർ പറയാം, അതിലേക്കൊന്ന് വിളിക്കാമോ? ആരുടെ നമ്പറാണെന്ന് ആൻസി ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, എന്റെ നമ്പറാ ചേച്ചി. ചേച്ചിയെ വല്ലപ്പോഴും ഒന്ന് വിളിക്കണമെങ്കിൽ അവരെ പോലെയൊന്നും അല്ല ചേച്ചി ഞങ്ങളോട് എത്ര നന്നായാ പെരുമാറിയത്. ഇത് കേട്ട് പുഞ്ചിരിച്ച ആൻസി പറയുന്നു, നമ്പർ പറ. രേവതിക്കുട്ടി നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൻസി ഫോണിൽ സേവ് ചെയ്യുകയാണ്. തുടർന്ന് അവർ പോകാനായി ഇറങ്ങുമ്പോൾ ആൻസി പറയുന്നു, നിങ്ങൾ ഇനിയും വേറൊരു ദിവസം വാ, വല്യപ്പച്ചൻ ഉള്ളപ്പോഴേ വരാവൂ. ഞങ്ങൾ വരാമെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ആൻസി പറയുകയാണ്, ആൽബിച്ചാനും റോബിച്ചാനും ഒക്കെ ദേഷ്യക്കാരാ. വല്യപ്പച്ചൻ ഉള്ളപ്പോൾ വരികയാണെങ്കിലേ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. എനിക്ക് എന്നോ അറിയാനാ, ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച ആൻസിയുടെ കയ്യിലേക്ക് പിടിച്ച് ഗ്രേസമ്മ അവിടെ നിന്ന് പോവുകയാണ്. ഒപ്പം മാമച്ചനും രേവതിക്കുട്ടിയും പോകുന്നു. ആൻസി സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി കാറിന്റെ അരികിലേക്ക് വന്ന ബാലചന്ദ്രൻ തന്റെ ബാഗ് കാറിലേക്ക് വെച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡോർ അടച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് ഡോർ അടച്ചതിന് ശേഷം കാറിൽ അവിടെ നിന്ന് പോവുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് കാർ ഡ്രൈവ് ചെയ്യുന്ന മാമച്ചൻ പറയുന്നു, വെറുതെ ഒരു യാത്ര, ഒരു ഗുണം ഉണ്ടായില്ല അല്ലേ ഗ്രേസമ്മേ? അപ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, ഒരു ഗുണം ഉണ്ടായി, കാറിന്റെ ടയർ 4 തേഞ്ഞു, പെട്രോൾ ടാങ്കിന്റെ വെയിറ്റും കുറഞ്ഞു. ഇത് കേട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നു, രണ്ടുപേരും കൂടി എനിക്കിട്ട് കമന്റ് ചെയ്യാണോ? ഒരു ഗുണം ഉണ്ടായില്ലേ ഈ യാത്ര കൊണ്ട്? എന്തുണ്ടായിടീന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ഷെറിൻ ചേച്ചിയെ കാണാൻ പറ്റിയില്ലേ? ഗ്രേസമ്മ പറയുന്നു, ഓ വലിയ ഗെയിമായി പോയി, ഈ രൂപത്തിൽ കാണണ്ടായിരുന്നു. എങ്ങനെ ഇരുന്ന പെങ്കൊച്ച, അതിന്റെ കോലം കണ്ടില്ലേ? രേവതിക്കുട്ടി ചോദിക്കുന്നു, ആ പെങ്കൊച്ച് എങ്ങനെ ഈ രൂപത്തിലായെന്ന് ചിന്തിച്ചു നോക്കിയോ? ഗ്രേസമ്മ പറയുന്നു, അതിന് മാനസിക രോഗമല്ലേ, ഭ്രാന്താണെന്നല്ലേ ആ ആൻസി പറഞ്ഞത്? രേവതിക്കുട്ടി ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായി മാനസിക രോഗം? മാമച്ചൻ പറയുകയാണ്, എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. രേവതിക്കുട്ടി പറയുന്നു, അങ്ങനെ എന്തെങ്കിലും കാരണമല്ല, നല്ല ശക്തമായ കാരണം കാണും. മാമച്ചൻ ചോദിക്കുന്നു, അത് നിനക്കെങ്ങനെ അറിയാം? രേവതിക്കുട്ടി പറയുന്നു, അവിടുത്തെ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, 2 വർഷം മുമ്പായിരുന്നു ഷെറിൻ ചേച്ചിയുടെ കല്യാണം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണം ഒന്നുമല്ല, വീട്ടുകാര് പലതും പറഞ്ഞ് മനസ്സുമാറ്റി നടത്തിയ കല്യാണമോ? ഗ്രേസമ്മ പറയുന്നു, അതൊക്കെ അങ്ങനെയാ പലയിടത്തും നടക്കുന്നത്. രേവതിക്കുട്ടി ചോദിക്കുന്നു, പിന്നെ വേറൊരു കാര്യം ചേച്ചി പറഞ്ഞത് നോട്ട് ചെയ്തു, അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ചേച്ചി ഹാപ്പി ആയിരുന്നു, ചേച്ചിയെ കിട്ടിയ ചേട്ടനും ഹാപ്പി ആയിരുന്നു. 1
വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. ഗ്രേസമ്മ പറയുന്നു അതതെ, പക്ഷെ അതെങ്ങനെ? രേവതിക്കുട്ടി പറയുന്നു ഷെറിൻ ചേച്ചിക്ക് വട്ടായിപ്പോയി. മാമച്ചൻ ചോദിക്കുന്നു കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ സമനില തെറ്റാൻ എന്താ കാര്യം? അത് പറ. രേവതിക്കുട്ടി പറയുന്നു ഷെറിൻ ചേച്ചിക്ക് വീട്ടുകാര് കല്യാണത്തിന് മുമ്പ് കൊടുത്ത വാക്ക് പാലിച്ചില്ല. എന്ത് വാക്കെന്താ മാമച്ചൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് പലതും പറഞ്ഞ് മനസ്സ് മാറ്റിയാണല്ലോ കല്യാണം നടത്തിയത്. പറഞ്ഞതെല്ലാം വീട്ടുകാർ തെറ്റിച്ചിട്ടുണ്ടാകും. ഗ്രേസമ്മ പറയുന്നു ചേട്ടാ ഇതെന്താ കടങ്കഥയാണോ? രേവതിക്കുട്ടി പറയുന്നു അതെ, ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ എല്ലാവരും കൂടി ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉപേക്ഷിച്ചു പോയത്. അതെന്ത് ചതിയായിരിക്കും? ഗ്രേസമ്മ ചോദിക്കുന്നു നീ ഇതെന്തൊക്കെയാടി പറഞ്ഞു വരുന്നത്? രേവതിക്കുട്ടി പറയുന്നു ബാക്കി വീട്ടിൽ ചെന്നിട്ട് പറയാം, കുറെ പറയാനുണ്ട്. മാമച്ചനങ്ങളെ കൊല്ലം വഴി പോണേ, ചിന്നുമോളെ കാണണ്ടേ? ഇത് കേട്ട് മാമച്ചൻ തലയാട്ടുമ്പോൾ ഗ്രേസമ്മ തിരിഞ്ഞ് രേവതിക്കുട്ടിയെ നോക്കുകയാണ്. രേവതിക്കുട്ടി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ചിന്നുമോളെ കാണാനായി വരികയാണ് അവർ. അവിടേക്ക് വന്ന സിസ്റ്റർ ചോദിക്കുന്നു ചിന്നുമോളെ കാണാൻ വന്നതാണല്ലേ? മാമച്ചൻ പറയുന്നു അതെ. സിസ്റ്റർ പറയുകയാണ് വാ, അവൾ അവിടെയാ. ചിന്നുമോള് കളിക്കുകയാണ്. ഒരു കുട്ടിയെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഒരാള് വരുന്നുണ്ട് വള്ളത്തെ കയറാൻ. അപ്പോൾ ചിന്നുമോള് പറയുകയാണ് ഇത് വള്ളമല്ല ബോട്ടാ. ആ കുട്ടി പറയുന്നു എന്നെ കൂടി കേട്ടണേ പാവാ. ചിന്നുമോള് ചോദിക്കാണ് കാശുണ്ടോ? ആ കുട്ടി പറയുന്നു ടിക്കറ്റ് എടുത്തതാ. അങ്ങനെ അവർ പേപ്പർ കൊണ്ട് വള്ളം ഉണ്ടാക്കി കളിക്കുകയാണ്. രേവതിക്കുട്ടിയെയും മാമച്ചനെയും ഗ്രേസമ്മയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്ന സിസ്റ്റർ ചോദിക്കുന്നു ഇവിടെ എന്ത് കളിയാ ചിന്നുകുട്ടി നടക്കുന്നത്? എല്ലാവരെയും നോക്കി സന്തോഷത്തോടു കൂടി ചിന്നുകുട്ടി പറയുന്നു എന്റെ ബോട്ടാ. സിസ്റ്റർ ചോദിക്കുന്നു ഞങ്ങളെയും കൂടി ഈ ബോട്ടിൽ കയറ്റുമോ ചിന്നുകുട്ടി? ചിന്നുകുട്ടി പറയുന്നു ഇല്ല മുങ്ങും. അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച രേവതിക്കുട്ടി ചോദിക്കുന്നു ചിന്നുമോളെ എന്നെ ഓർക്കുന്നില്ലേ പൊന്നു നീ? സിസ്റ്റർ ചോദിക്കാണ് ഇതാരാണെന്ന് മറന്നുപോയോ? ചിന്നുകുട്ടി ആരാണെന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുകയാണ് മറന്നിട്ടൊന്നുമില്ല, അവൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. രേവതിക്കുട്ടി ചിന്നുകുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ ചിന്നുകുട്ടി പറയുകയാണ് എന്റെ ബോട്ട് മുങ്ങും. രേവതിക്കുട്ടി ചോദിക്കുന്നു ദേ ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ? ഇത് മാമച്ചനങ്ങള്, ഇത് ഗ്രേസമ്മ ആന്റി. മനസ്സിലായോ? മനസ്സിലായെന്ന് ചിന്നുകുട്ടി പറയുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് മാമച്ചനും ഗ്രേസമ്മയും. രേവതിക്കുട്ടി ചോദിക്കുന്നു മിഠായി വേണ്ടേ, ചോക്ലേറ്റ് വേണ്ടേ? വേണോന്ന് ചിന്നുകുട്ടി പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് വേണോന്നോ? കാറിനകത്താ, എടുക്കാം വാ. അങ്ങനെ ചിന്നുകുട്ടിയും രേവതിക്കുട്ടിയും കാറിന്റെ അരികിലേക്ക് ഓടി പോവുകയാണ്. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കാറിൽ നിന്നും ചിന്നുകുട്ടിക്ക് ചോക്ലേറ്റ് എടുത്തു കൊടുത്തതിന് ശേഷം സാധനങ്ങളെല്ലാം എടുക്കുകയാണ് രേവതിക്കുട്ടി. തുടർന്ന് ഗ്രേസമ്മയും രേവതിക്കുട്ടിയും സാധനങ്ങളെല്ലാം സിസ്റ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. രേവതിക്കുട്ടി പറയുന്നു എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചതാ. സിസ്റ്റർ പറയുന്നു താങ്ക്സ് മോളെ. രേവതിക്കുട്ടി ചിന്നുകുട്ടിയെ എടുക്കുമ്പോൾ ചിന്നുകുട്ടി പറയുകയാണ് സൂക്ഷിച്ചു വെക്കണം കേട്ടോ, അവിടെ കൊണ്ടുപോയി വെച്ചാ മതി. സിസ്റ്റർ പറയുന്നു അവൾക്കറിയാം ഇതൊക്കെ മുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്ന്. രേവതിക്കുട്ടി പതിയെ ഗ്രേസമ്മയോട് പറയുന്നു ചോദിക്ക്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ, ഉടനെ തിരിച്ചു കൊണ്ടുവരാം. സിസ്റ്റർ പറയുന്നു ഇവിടെ അങ്ങനെ ആരുടെയും കൂടെ കൊടുത്തു വിടാറില്ല. രേവതിക്കുട്ടി പറയുന്നു ഞാനുണ്ടല്ലോ കൂടെ, ഞാനല്ലേ ഇവളെ ഇവിടെ കൊണ്ടുവിട്ടത്. സിസ്റ്റർ പറയുന്നു അത് ശരിയാ, എന്നാലും ഇപ്പം ഞങ്ങൾക്കല്ലേ ഉത്തരവാദിത്വം. രേവതിക്കുട്ടി പറയുന്നു ഞാനാ ഇവളെ 3 വയസ്സ് വരെ വളർത്തിയത്, എനിക്കിവളെ പുറത്തോട്ട് എന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? സിസ്റ്റർ വിഷമത്തോടുകൂടി മദറിനെ നോക്കുമ്പോൾ മദർ ചോദിക്കുകയാണ് എങ്ങനെയാ സിസ്റ്ററെ അന്യരുടെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? കൊച്ചുകുട്ടിയല്ലേ. സിസ്റ്റർ പറയുന്നു ഉടനെ തിരിച്ചു വരുമല്ലോ സിസ്റ്ററെ, അന്യരാണെങ്കിലും നമുക്കിവരെ അറിയാലോ. ആ സിസ്റ്റർ പറയുന്നു എന്നാ കൊണ്ടുവയ്ക്കോ, പെട്ടെന്ന് തിരിച്ചു കൊണ്ട് വിട്ടേക്കണേ, അങ്ങനെ കൊടുത്തേക്കാൻ പാടില്ലെന്നാ നിയമം. ഗ്രേസമ്മ പറയുന്നു ഞങ്ങൾ ഇവളെയും കൊണ്ട് ഒന്ന് ചുറ്റിയിട്ട് വരാം, അവൾക്കൊരു ചേഞ്ച് ഞങ്ങൾക്കൊരു സന്തോഷം. ശരിയെന്ന് സിസ്റ്റർ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് പോയിട്ട് വരാന്ന് പറ. ചിന്നുകുട്ടി പറയുന്നു പോയിട്ട് വരാം. അപ്പോൾ സിസ്റ്റർ പറയുകയാണ് പോയിട്ട് വേഗം വരണേ. ചിന്നുകുട്ടി പറയുന്നു വേഗം വരാം. രേവതിക്കുട്ടി പറയുന്നു ടാറ്റ കൊടുത്തേ. ചിന്നുകുട്ടി ടാറ്റ കൊടുക്കുമ്പോൾ സിസ്റ്റർ പറയുകയാണ് ഓ ശരി വേഗം വന്ന് പറഞ്ഞ് ചിന്നുകുട്ടിയെ എടുത്തുകൊണ്ട് കാറിന്റെ അരികിലേക്ക് പോവുകയാണ് രേവതിക്കുട്ടി. ശരി വേഗം വരാന്ന് പറഞ്ഞ് പിന്നാലെ പോവുകയാണ് ഗ്രേസമ്മയും മാമച്ചനും. രേവതിക്കുട്ടി പറയുന്നു ടാറ്റ പോകാം, നമുക്ക് പോകാം, കേറിയിരുന്നേ. അങ്ങനെ ചിന്നുകുട്ടിയും കൊണ്ട് കാറിലേക്ക് കയറുകയാണ് രേവതിക്കുട്ടി. അവരുടെ കൂടെ പിൻ സീറ്റിൽ ഇരിക്കുകയാണ് ഗ്രേസമ്മ. രേവതിക്കുട്ടി ചോദിക്കുന്നു ഇതന്നെ ഇവിടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നൂടെ? ഗ്രേസമ്മ പറയുന്നു എനിക്ക് കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടായോ? രേവതിക്കുട്ടി പറയുന്നു കൊതി കൊതി. ഗ്രേസമ്മ സ്നേഹത്തോടു കൂടി ചിന്നുകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. കാറിലേക്ക് കയറാനായി തുടങ്ങുന്ന മാമച്ചൻ സിസ്റ്റേഴ്സിനോട് പറയുന്നു ഉടനെ വന്നേക്കാം. ഇത് കേട്ട് അവർ തലയാട്ടുമ്പോൾ കാറിലേക്ക് കയറിയിരുന്ന മാമച്ചൻ ചോദിക്കുന്നു എന്നെ ഡ്രൈവർ ആക്കിയോ? രേവതിക്കുട്ടി പറയുന്നു കുറച്ചു നേരത്തേക്കല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അങ്കിളിനെ രാജാവാക്കിയേക്കാം. അല്ലേടി ചക്കരപ്പൊന്നെ, എത്ര നാളാടി പൊന്നെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്. ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ, നിന്നെ കടിക്കട്ടെ, ജ്യൂസ് എടുക്കട്ടെ, ചിന്നു ജ്യൂസ്. അങ്ങനെ രേവതിക്കുട്ടി ചിന്നുകുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ് മാമച്ചനും ഗ്രേസമ്മയും. തുടർന്ന് ചിന്നുകുട്ടിക്ക് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അവർ. കാറിന്റെ അരികിൽ നിൽക്കുന്ന മാമച്ചൻ ചോദിക്കുന്നു നല്ല ടോയ്സ് ഒന്നും കിട്ടിയില്ലേ? ഗ്രേസമ്മ പറയുകയാണ് അതിന് അവൾക്ക് ഇതൊക്കെ മതിയെന്ന്. വേറെ ഏതെങ്കിലും ടോയ് ഷോപ്പ് നോക്കണോന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് വേണ്ടെന്നേ, ഇതും വേണമെന്ന് അവൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഗ്രേസമ്മ പറയുന്നു അത്യാഗ്രഹവും ആർത്തിയും ഒന്നും ഇല്ലാത്ത കൊച്ച, കളിപ്പാട്ടങ്ങൾ കാണുന്ന പിള്ളേരിങ്ങനെയാണോ? അവർക്കെല്ലാം വേണം, ഓടി നടന്നു പിടിക്കും. ചിന്നുകുട്ടി പറയുന്നു രേവതി ആന്റി പോകാം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ് ചിന്നുമോൾക്ക് ഇനി എന്താ വേണ്ടത്? ഒന്നും വേണ്ടെന്ന് ചിന്നുമോള് പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കണ്ട അയ്യോടി ഒന്നും വേണ്ടേ, വീട്ടിൽ പോവാമെന്ന് ചിന്നുമോള് പറയുമ്പോൾ സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ട് ഗ്രേസമ്മ പറയുകയാണ് കൊച്ചിന് എത്രയും വേഗം തിരിച്ചു പോയാ മതി. രേവതിക്കുട്ടി പറയുന്നു എങ്ങനെ തുള്ളിച്ചാടി നടന്ന കൊച്ച, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഗ്രേസമ്മ പറയുന്നു അവൾക്കിപ്പം ത്യാഗഭവനത്തിലാ ഇഷ്ടപ്പെട്ട ആളുകള്, സിസ്റ്റേഴ്സ്, അവളുടെ കൂടെ കളിക്കുന്ന കൂട്ടുകാര്,
സ്ഥലമാ ഇപ്പൊ അവളുടെ വീട്. രേവതിക്കുട്ടി പറയുന്നു. അങ്ങനെ മാറിപ്പോയി അവളുടെ മനസ്സ് അല്ലേ ആന്റി? ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് ഗ്രേസമ്മ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. അലീന പഴയ ആൽബങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ്. അതിൽ വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും ഒക്കെ ഫോട്ടോസ് ആണ്. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടുകൂടി ഡൈനിങ് ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ് വൈജയന്തി. തൊട്ടരികിൽ ബബിതയും കൃഷ്ണയും ഉണ്ട്. അരികിലേക്ക് വന്ന അലീന പറയുന്നു, മാഡം വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. ബാലചന്ദ്രൻ സാർ എനിക്ക് 1,87,000 രൂപ കോമ്പൻസേഷൻ എന്ന നിലയിൽ എന്റെ അക്കൗണ്ടില് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് വൈജയന്തി പറയുകയാണ്, അതിന്റെ പേര് കോമ്പൻസേഷൻ എന്നല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അലീന ചോദിക്കുന്നു, മാഡം പറ, അതിന് വേറെ എന്ത് പേരിടണം? ഇത് കേട്ടൊന്ന് പതറി അലീനയെ നോക്കുകയാണ് വൈജയന്തി. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന അലീന പറയുന്നു, ഞാൻ ഇങ്ങനെ പോണമെന്ന് വിചാരിച്ചു വന്നതല്ലായിരുന്നു. ഈ വീട്ടിലെല്ലാം സഹിച്ച് ഒരു വേലക്കാരിയായിട്ട് നിന്നത് പോലും വേറെ ചില കാരണങ്ങൾ കൊണ്ടാ. തുടർന്ന് അലീനയുടെ വാക്കുകൾ കേട്ട വൈജയന്തി സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.